വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചരിത്രപരമായ ആംഗിൾ പറയുമ്പോൾ അതിന്റെ മറുപുറമുണ്ട്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിരീശ്വരവാദികൾ സയൻസ് പഠിക്കാതിരുന്നത്? ഓക്കെ, ഇപ്പം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിരീശ്വരവാദികൾ കുറച്ച് സയൻസിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. വിശ്വാസികളാണ് സയൻസിന്റെ അടിത്തറവാക്കിയത്, അതുകൊണ്ട് നിരീശ്വരവാദികൾ വരരുത് എന്നുള്ള ഒരു തിട്ടൂരം നമ്മൾ ഇറക്കുന്നില്ല. പക്ഷെ ഇതിൽ ഒരു കാര്യം, എന്തുകൊണ്ട് മുമ്പ് അവര് ഈ സയൻസിന്റെ മേഖലയിൽ ഇല്ലായിരുന്നു? ഇത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ചാർവാകന്മാർ, ഇന്ത്യയിൽ ഉള്ള പ്രാകൃത കാലത്തുണ്ടായിരുന്ന നിരീശ്വരവാദികൾ, അന്നേ നിരീശ്വരവാദം ഉണ്ട്. അന്നും ഇന്നും ഇവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് സെയിം ആണ്. തിന്നുക, കുടിക്കുക, രമിക്കുക, പരമാവധി ആസ്വദിക്കുക, പ്ലഷർ സീക്കിംഗ് എന്നുള്ളതാണ് ഈ നിരീശ്വരവാദികളുടെ, ഭൗതികവാദികളുടെ ഒരു ഏറ്റവും അവരുടെ ദൈവം അതാണ്, പ്ലഷർ എന്നുള്ളതാണ്. അപ്പൊ അത് അന്നത്തെ കാലത്ത് സയൻസ് എന്ന് പറയുന്നത് പ്ലഷറിന് അനുകൂലമായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ സയൻസ് പഠിക്കാന്ന് പറഞ്ഞാൽ അവർ കാണുന്നത് ഇപ്പൊ ചാർവാകന്മാരുടെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഇത്രയും സമയം എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കുറെ സമയം കളയുന്നത്, നമുക്ക് ഉള്ള കാര്യം വെച്ച് ആസ്വദിച്ച് ജീവിച്ചാൽ പോരെ എന്നാണ് അന്ന് നിരീശ്വരവാദികൾ. അതാണ് ശരി. യെസ്, 200-300 കൊല്ലം കഴിഞ്ഞ ഒരാൾക്ക് ഉപകാരം കിട്ടാൻ ഞാൻ എന്തൊരു ഇപ്പൊ എന്റെ ഭക്ഷണം ഉപകാരം കിട്ടുന്ന ഉറപ്പില്ല. അത് ഉറപ്പില്ല. അങ്ങനെ അറിഞ്ഞാൽ പോലും എന്തിന് ഞാൻ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം? എന്റെ ഭക്ഷണം എന്തിനു ഒഴിവാക്കണം? എന്റെ എന്താ പറയാ രമിക്കൽ, എന്റെ മറ്റ് ആസ്വാദനങ്ങൾ, മറ്റു സുഖങ്ങൾ എന്തിനു ഒഴിവാക്കണം എന്ന് വെച്ചാൽ ലോജിക്കൽ അവർക്ക്. അതുകൊണ്ടാണ് ഇപ്പം പ്രോട്ടോകോറസിനെ പോലുള്ള ആളുകൾ ഈ കണക്ക് പഠിക്കുക എന്നുള്ളത് വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ളതാണ് പറയുന്നത്. അതൊരു സമയനഷ്ടമാണ്. കാരണം ഇങ്ങനെ കുറെ ആൾജിബ്രയും അതുപോലെയുള്ള കുറെ കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ പോരുന്ന. അപ്പം ഇങ്ങനെ വേസ്റ്റ് ഓഫ് ടൈം ആണ് സയൻസും മാത്സും പഠിക്കൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകവീക്ഷണത്തിൽ അതാണ് ശരി. അപ്പൊ അവരുടെ ബേസിക്സ് അതാണ്. അതുകൊണ്ടാണ് അന്ന് അവർ സയൻസിൽ ഇല്ലാതിരുന്നത്. ഇന്ന് അവർ സയൻസിനെ പിന്നെ സയൻസിന്റെ അടുത്തേക്കൊക്കെ വരാൻ ശ്രമിക്കുന്ന തന്നെ ഇവിടെ സുഖം കിട്ടാൻ സാധ്യത സയൻസുമായി റിലേറ്റഡ് ആയിട്ട്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല. ഇപ്പൊ വന്നിട്ട് ഞങ്ങളാണ് അതിന്റെ പിതാക്കന്മാർ. അത് വേറെ